ഹായ് ഫ്രണ്ട്സ്, നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, ഫീൽഡ് ഓഫീസർ, SI, KFDC ഇതിൻ്റെയൊക്കെ 2023 നടന്നിട്ടുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻസാണ് ഇനി നോക്കുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്വസ്റ്റ്യൻസാണ്. 3 സ്റ്റേജായിട്ടാണ് നടന്നത്. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്തേക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF-ഉം PSC അപ്ഡേറ്റ്സും ഒക്കെ ടെലഗ്രാമിൽ എപ്പോഴും ഇടാറുണ്ട്. ഇപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. അത് ശരിയാണ്. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. അതും ശരിയാണ്. ദേവസ്വം, ബ്രഹ്മസ്വം, ദ്വാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ശരിയായിട്ടുള്ളതാണ്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇന്നത് തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യാലയത്തിന് കീഴിലായിരുന്നു. അത് തെറ്റാണ്. അപ്പോൾ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. അതും ശരിയാണ്. ഇന്നത് തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലാണ്. അപ്പം 1, 2, 3, 4 ശരിയാണെന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഡച്ചുകാരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 1928 മെയ്യിൽ ജനുവരിയിൽ 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരണത്തിനുള്ള പ്രമേയം പാസാക്കി. അത് ശരിയാണ്. K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. അതും ശരിയാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി ഐനി അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദമാക്കുന്നു. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങളുണ്ടായിരുന്നു. വക്കീല്, പ്രധാനമന്ത്രി, വസീർ, ധനമന്ത്രി, മിർബക്ഷി, കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രി, സദർ സുദൂർ, മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ചുമതല. അതും ശരിയാണ്. മതപരവും ജുഡീഷ്യറും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തിരുന്നത്. അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണെന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരിവ്രാജക, അതായത് അലഞ്ഞു തിരിയുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികം ആക്കാം എന്നതായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാംമോഹൻ റോയ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തകയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത് ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. അതും ശരിയാണ്. പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത്. പരസ്പര വിവാഹം, തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിതകളുടെയും വിഭാഗങ്ങളുടെയും പുരോഗതി. അതും ശരിയാണ്. ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബെസന്റ് വിശ്വസിച്ചു. അപ്പോൾ എല്ലാം ശരിയാണെന്നുള്ളതാണ്. 1, 2, 3, 4 ശരിയാണ്. തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു. സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. ഇത്
ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സാർ എലീജ ഇംപെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെയും തേയില വ്യാപാരത്തിൻ്റെയും കുത്തക തുടർന്നു. 7ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. 9 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ. 1, 2, 3 ശരിയാണെന്നുള്ളതാണ്. പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും, പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും, ഇൽബർട്ട് ബിൽ വിവാദവും. ഇതെല്ലാം ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങളാണ്. യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യൻ മുസ്ലിങ്ങൾ വികാരത്തെ അസ്വസ്ഥമാക്കി. 1, 2, 3, 4 ശരിയാണ്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന അന്തരീക്ഷ പാളി തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നത് ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ആദ്യ 20 കിലോമീറ്റർ ഒരേ താപനിലയും അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു. ശരിയാണ്. ഇത് അന്തരീക്ഷത്തിലെ ചാലകം അല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങൾ ഇല്ല. സ്ട്രാറ്റോസ്ഫിയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ റിവർ ഡെൽറ്റകളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുകയും ചെയ്യുക. നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ, അതായത് മണൽത്തിട്ട പ്രദേശമാണ് ഡെൽറ്റ. ശരിയാണ്. ശുദ്ധജലവും ഉപ്പുവെള്ളവും കലർന്ന ഒരു നദിയുടെ വേലിയേറ്റ മുഖമാണ് ഡെൽറ്റകൾ. അത് തെറ്റാണ്. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷകളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം. ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 3, 4 എന്നിവ ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനത്തെ തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നതിന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഈ സംസ്ഥാനത്തെ അൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തെ ജയ്സാൽമീർ ജില്ലയിലാണ്. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് രാജസ്ഥാൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. ഇതിനെ വസന്തകാല സംബന്ധിയായ വിഷുവം എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിലെ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. ഡിസംബർ 22 ദക്ഷിണ ധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടേറുള്ളതുമാകുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ശൈത്യകാലമാണ്. ഇതിനെ ശൈത്യകാല അറുതി എന്ന് വിളിക്കുന്നു. തെറ്റായിട്ടുള്ളത് 4 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. ഏതാണ്?
കൃഷ്ണ നദീ വ്യവസ്ഥ. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വറിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്ററാണ്. ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഇതിൻ്റെ ഉത്തരം കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദീ വ്യവസ്ഥ. 16ാമത്തെ ക്വസ്റ്റ്യൻ. 2019-21 കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? കൃഷിയെയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരുന്നു. ഇന്ത്യയുടെ പേയ്മെൻറ്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1, 2, 4 എന്ന ശരിയായിട്ടുള്ളത്. റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന പലിശ നിരക്ക്. 18ാമത്തേത്. 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന മാർഗം താഴെ പറയുന്നതിൽ ഏതാണ്? കടം വാങ്ങലും മറ്റു ബാധ്യതകളും. താഴെ പറയുന്നതിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്? നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് കേന്ദ്രതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ലക്ഷ്യമല്ലാത്തതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയിൽ പിഴവ് വൈകല്യം, പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല. എല്ലാമാണ് ഉത്തരമായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റ് എന്ന വാക്കാണ്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാം. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? 3 തവണ. താഴെ പറയുന്നതിൽ ഏതാണ് യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ കമ്മീഷൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. ആം ആദ്മി പാർട്ടി. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ കുറിച്ച് ആശങ്കകൾക്ക് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം നൽകിയിട്ടുണ്ട്? 48 മണിക്കൂർ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത താഴെ പറയുന്നവയിൽ ഏതാണ്? സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി. ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര്? കൂടിയാട്ടം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ആറന്മുള. 2026 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇറ്റലിയാണ്. രാമകഥാപാട്ടിൻ്റെ രചയിതാവ് അയ്യപ്പിള്ള ആശാൻ. തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിക്കുന്ന മലയാള കവി ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. അരുവിപ്പുരം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര്? അയ്യങ്കാളി. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാലയാണ് ക്യുസാറ്റ്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പെ. താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡേറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? കമ്പൈലർ. താഴെ പറയുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളത്? റൗട്ടർ മാത്രമാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളത്.
ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ HPE Cray EX235A. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ബിങ്. മെമ്മറിയുമായി ബന്ധപ്പെട്ട് SSDയുടെ പൂർണ്ണരൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരേന്ദർ സിംഗ് കപാനി. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ്? ആസ്ട്രോസാറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്സ്? പറ്റാത്തത് ആണവോർജ്ജം. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. 50ാമത്തത് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ മാർക്ക് ചെയ്ത് പോകാം. Identify the type of sentence given below. How strange she looks! Exclamation mark on the exclamatory sentence. The driver in that bus dash like your brother, looks like your brother. Did Alan get dash job I applied for? The job. Use the appropriate question tag. She has never seen him. Has she? Choose the correct tense form. ഏതാണ് വരുന്നത്? She dashed him before you introduced them. She had met him before he introduced them. Rose is the most beautiful flower is an example of superlative degree of comparison. Choose the correct preposition. Amit waited for her at the entrance. The baby dash want to drink milk. Doesn't. The old woman has slept for 12 hours last night. Has slept എന്ന് വരെ എന്ത് വരത്തുള്ളൂ? slept. The tank has dash water but not enough to water the plants in the garden. A little. Choose the synonym of the word woe in the from the following words. Woe means distress. Which of the following word is an antonym of the word mad? Sane. The phrasal verb beef up means to make something bigger. Choose the suitable collective noun. A dash of fish, a school of fish. Find out the correct spelling of the word. Encyclopedia, option A. 86th
Go on a wild goose chase means to do something pointless. What does the mean? Ad hoc means for a specific purpose. Study of mountains is termed as orology. Study of mountains, orology. Find out the word that best fits into the blank space and dash a sum of ₹500 out of the bank every weekend. Draws. Out of the given words, one word is misspelled. Find the misspelled word. Omelette. Option C. OMLETTE ആണ് ഓംലെറ്റ്. മിസ്പെൽറ്റ് വേർഡ് OMLETTE ആണ് തന്നിരിക്കുന്നത്, തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നത് നദിയുടെ പര്യായം ഏത്? നദിയുടെ പര്യായം തടിനി. ചഞ്ചലം വിപരീത പദം അചഞ്ചലം. പിരിച്ചെഴുതുക ഉണ്മ, ഉൾ പ്ലസ് മ ഉണ്മ. ശരിയായ പദമേത്? 94. നിശ്ചയം ഓപ്ഷൻ സി. സമാന പദമേത്? ഇനൻ, സൂര്യൻ. 96. തെറ്റില്ലാത്ത വാക്യമേത്? നന്ദി പറയുന്നു. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് അധ്വാനത്തിൻ്റെ മഹത്വം. ആസ് ദി സീഡ് സോ ദ സ്പ്രൗട്ട്. ഏതാണ് മീനിങ് വരുന്നത്? ആസ് ദി സീഡ് സോ ദ സ്പ്രൗട്ട്. വിത്ത് ഗുണം 10 ഗുണം. ഈ പ്ലസ് അൾ ഇവൾ. കുളം കോരി. ശൈലിയുടെ അർത്ഥം നശിപ്പിക്കുക. കുളം കോരി നശിപ്പിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 37. ഇത് സ്റ്റേജ് 2 ആണ്. ഇത് സ്റ്റേജ് 1 ആയിരുന്നു എടുത്ത് നോക്കി. സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പർ. 37. പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. കുളച്ചിൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചിൽ യുദ്ധം. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ആത്മീയ സഭാ സംഘടനയുടെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. താഴെ പറയുന്നവയിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭാ നിയമനിർമ്മാണത്തിന് രൂപം നൽകിയിട്ടുള്ളത്? ആക്ട് ഓഫ് 1919. 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് സെഷൻ നടന്നത്? നാഗ്പൂരിൽ. ചൈനയിലെ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് മാവോ സേതു. താഴേക്ക് തന്നിരിക്കുന്നവയിൽ UNOയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഏതാണ്? ജർമ്മൻ. നമീബിയൻ ചീറ്റകളെ അടുത്തിടെ താമസിപ്പിക്കാൻ കൊണ്ടുവന്ന ദേശീയോദ്യാനം കുനോ. ആദ്യ കേരള ജ്യോതി അവാർഡ് 2022 നേടിയത് MT വാസുദേവൻ നായർ. താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. ഉപോഷ്ണ ഉയർന്ന മർദ്ദവലയത്തിൽ നിന്ന് മധ്യരേഖ താഴ്ന്ന മർദ്ദവലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു. അത് ശരിയാണ്. വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നു. അതും ശരിയാണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. പോത്തുണ്ടി ഭാരതപ്പുഴ. പോത്തുണ്ടി ഭാരതപ്പുഴ. പെരിങ്ങൽകുത്ത് ചാലക്കുടി. ശെങ്കുളം മുതിരപ്പുഴ. പേപ്പാറ കരമന. ഓപ്ഷൻ എ ആണ് വരുന്നത്. പോത്തുണ്ടി ഭാരതപ്പുഴ, പെരിങ്ങൽകുത്ത് ചാലക്കുടി, ശെങ്കുളം മുതിരപ്പുഴ, പേപ്പാറ കരമന. ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരിച്ചറിയുക. ആഗ്നേയശിലകൾ അഗ്നിപർവ്വതത്തിൻ്റെ തരത്തിലാണ്, അതിനാൽ ഫോസിലുകളില്ല. ശരിയാണ്. കരിങ്കല്ലും ബസാൾട്ടും അഗ്നിശിലകളുടെ ഉദാഹരണമാണ്. ശരിയാണ്. ഭൂമിയിൽ രൂപപ്പെടുന്ന പ്രാഥമിക പാറകളാണ് ആഗ്നേയശിലകൾ. അതും ശരിയാണ്. ആഗ്നേയശിലകൾക്ക് പാളികളുള്ള ഘടനയുണ്ട്. അത് തെറ്റാണ്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ എത്ര ജോഡികൾ ശരിയായി പൊരുത്തപ്പെടുന്നു? 2 ജോഡി മാത്രമാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്.
2021 മാർച്ചിൽ സൂയസ് കനാലിൻ്റെ തെക്കേ അറ്റത്ത് കുടുങ്ങിയ ചരക്കപ്പലിൻ്റെ പേര് നൽകുക. എവർ ഗിവൺ. റവന്യൂ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, അറ്റ റവന്യൂ രസീതുകൾ, വായ്പകളുടെ വീണ്ടെടുക്കൽ, മറ്റ് രസീതുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെൻറ് ആകെ ചെലവ് എത്രയാണ്? 16 ആൻസർ വരുന്നത്. ധനക്കമ്മി. 17 നിർമ്മാണം ഡാഷ് ഭാഗമാണ്, ദ്വിതീയ മേഖലയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്ന് മാത്രമാണ് ശരി. ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ വ്യക്തിഗത പേയ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ GDPയുടെ മേഖലാ സംഭാവനയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 19 ആൻസർ വരുന്നത്. പ്രാഥമിക മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. ദ്വിതീയ മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയുന്നതിന് RBIയുടെ ഏറ്റവും മികച്ച നയസംയോജനം ഏതാണ്? 20 ആൻസർ വരുന്നത്. റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുക, കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുക, ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പന. 2 വരുന്നത്. മനുഷ്യാവകാശങ്ങളുടെയും സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗം ഹൻസ ജീവരാജ് മെഹ്ത. 22. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം. ത്രിതല സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ പരിഗണിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1956 ശുപാർശ ചെയ്തത്. സംസ്ഥാന നയത്തിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ്. സർക്കാരിൻ്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണ്. 2ഉം 3ഉം. കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായ വിശദീകരണം അല്ലാത്തത്? പാർലമെൻറ്റ് പാസാക്കിയ നിയമവുമായി എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ സംസ്ഥാന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വിൻസെൻ്റ് ഡി ഗൂർണെ. ടോൾ ഫ്രീ നമ്പർ 1800-11-4000 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1800-11-4000. ഇന്ത്യയിലെ ദേശീയ പാർട്ടികളെ സംബന്ധിച്ച് ഇനിയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ നിന്ന് ഇന്ന് 8 ദേശീയ പാർട്ടികളുണ്ട്. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങൾ പോൾ ചെയ്ത വോട്ടിൻ്റെ 6% ലോക്സഭയിലെ 4 അംഗങ്ങളും ആവശ്യമാണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ്. ഭൂമി ഏറ്റെടുക്കൽ നിയമം സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഈ നിയമത്തിന് 2013 സെപ്റ്റംബറിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. സോഷ്യൽ ഇമ്പാക്ട് പഠനം നിർബന്ധമായി നടത്തണം. ഭൂമി ഏറ്റെടുക്കൽ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് ഈ നിയമം ശരിയായി അംഗീകരിച്ചു. 1ഉം 2ഉം 3ഉം മാത്രം. എപ്പോഴാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്താൻ തുടങ്ങിയത്? 1922. 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്? ടോക്കിയോ. പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം 2017. താഴെ പറയുന്ന ചിത്രങ്ങളിൽ ഏതാണ് മികച്ച ചിത്രത്തിനുള്ള 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്? വാസന്തി. യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങൾ ഉൾപ്പെടാത്ത കലാരൂപം ഏത്? പുലിക്കളി. ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 വനിതാ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനൊപ്പം നവോമി ഒസാക്ക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി? 4 ഗ്രാൻഡ് സ്ലാമുകൾ നേടി. ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. കൈകൊണ്ട് വരച്ച ഒരുതരം തുണിത്തരമാണ് കലങ്കാരി പെയിൻറ്റിംഗ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് ഇത് നിർമ്മിക്കുന്നത്? ആന്ധ്രാപ്രദേശ്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ഏത്? ജ്ഞാന നിക്ഷേപം. ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ്. ക്യൂ എന്ന പദം ബില്യാർഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ മർച്ചൻ്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ രാധിക മേനോൻ. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നതിൽ ഏതാണ്? ക്യാഷ് മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകളാണ്. IPv4 അഡ്രസ്സ് ഒരു 32-ബിറ്റ് അഡ്രസ്സാണ്. ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റു കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നതിന് ഉപയോഗിക്കുന്നത് TCP/IP. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം 2000 IT ആക്ടിൻ്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്?
സെക്ഷൻ 4. താഴെ പറയുന്നതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത അസുഖം ഏത്? പോളിയോമൈലിറ്റിസ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്ന് എത്ര ശതമാനം വൈദ്യുതി വരുന്നു? 3% വൈദ്യുതി വരുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് 49 സഹ്യാദ്രി പർവ്വതനിര. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ മാർക്ക് ചെയ്ത് പോകാം. അറുപത്തിനാല് സൺഡേ 65A 66 10 കിലോമീറ്റർ 67 ക്യാൻസൽ 68 200 മീറ്റർ 69 ക്യാൻസൽ 70 41. Choose the correct one from the options given below. To complete the sentence. If I had seen anything strange, I would have let you know. Use the correct preposition from the options to fill up the blank with. Are you going away at Onam? He was very polite. Whenever his wife entered the room, he stood up. Neither he nor I am to suffer. Choose the correct combination from the options given below to fill up the blanks with. I caught him climbing over my wall. I asked him to explain, but he refused to say anything, so I had to let him go. Option C ആണ് വരുന്നത്. Choose the correct passive form of the given sentence. When will they announce the election result? When will the election result be announced? Option A. ക്യാൻസൽ ചെയ്തു. 78 I saw a one-eyed man in the film. Identify the part of the sentence that needs to be corrected. 79 C ആണ് കറക്റ്റ് ചെയ്യേണ്ട ഭാഗം. Come to my house. അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. രാജു ഡാഷ് ഹിസ് വൈഫ് ടു ടെൽ ഹർ he could be home late. Called up. Inter alia means among other things. Inter alia, among other things. A strong condemnatory utterance. Oblique. Fill up the blank with the right options given below. On the wall there was a large color photograph of their children. Choose the correctly spelled word entrepreneur. Option D. My family dash ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. Select the correct full form of GNP, gross national product. Not look a gift horse in the mouth means do not criticize or feel doubt about something good that has been offered to you. Deceitful means copious.
സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് മീനിങ് ഇൻക്ലിനേഷൻ, ഹേറ്റ്രഡ്. ശരിയായ പദം അനുഗ്രഹീതം, നമ്പ്യാർ, സ്ത്രീലിംഗം, നങ്ങ്യാർ. പിരിച്ചെഴുതുക അന്തസത്ത, അന്ത പ്ലസ് സത്ത. ശരിയായ വാക്യമേത്? എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. പുരോഗതി, പശ്ചാത്ഗതി. കാടും പടലും തല്ലുക, അപ്രസക്തമായത് പ്രതിപാദിക്കുക. ചേർത്തെഴുതുക വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് ശക്തി. പുല്ല് എന്നർത്ഥം വരുന്ന പദം തൃണം. ചുവടെ കൊടുത്തിരിക്കുന്നത് കാക്കയുടെ പര്യായമല്ലാത്തത് ഏതാണ്? വിശ്വകേതു. സ്റ്റേജ് 3 ആണ്. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം 1498. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ശ്രീരംഗപട്ടണം ഉടമ്പടിയിലെ. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ശ്രീനാരായണ ഗുരു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് ഇതാണ് ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിൻ്റെ ചുവരുകൾ കൊത്തിയിരിക്കുന്നു? ദിവാനി കാസ്, ഡൽഹി. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? വിവേകാനന്ദൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചതാരാണ്? ദാദാഭായ് നവറോജിയുടെയാണ് ഡ്രെയിൻ തിയറി. ബാസ്റ്റലിൻ്റെ പതനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്റ്റലിൻ്റെ പതനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാനായി തിരഞ്ഞെടുത്തത് ഫസൽ അലി. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു. ഓപ്പറേഷൻ വിജയ് എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ മൗൺസൂൺ മഴയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 11ൻ്റെ ആൻസർ. ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. 1ഉം 2ഉം മാത്രം. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. താമരശ്ശേരി ചുരം ഒന്നാമത്. പിന്നെ എന്താ? കമ്പം ചുരം രണ്ടാമത് വരും. പിന്നെ ഏത് വരും? 2 അച്ഛൻ കോവിൽ ചുരം, ആറമ്പാടി ചുരം. 1, 3, 2, 4. വടക്ക് നിന്ന് തെക്ക് വരെയുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എഴുതാം? 1, 3, 2, 4. അതായത് താമരശ്ശേരി ചുരം, കമ്പം ചുരം, അച്ചൻകോവിൽ ചുരം, ആറമ്പാടി ചുരം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. അതാണ് ശരിയല്ലാത്തത്. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുമുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. താഴെ പറയുന്നതിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? 15. ആഫ്രിക്കൻ സാവന്നയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്. 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളിൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? PM ഗതിശക്തി. പതിനൊന്നാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നതിൽ ഏതാണ്? ശരാശരി 7.9%. താഴെ പറയുന്നതിൽ ഏതാണ് RBI സംബന്ധിച്ച് ശരിയല്ലാത്തത്? എല്ലാം തെറ്റാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയല്ല എന്നുള്ളതാണ്. നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറഞ്ഞതിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ വരുന്നു?
വനിതാ ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിനാണ് ലഭിച്ചത്? ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്. വെബറിൻ്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 3, 4 മാത്രമാണ്. തൊഴിൽ വിഭജനം, ശ്രേണിയുടെ നമ്പർ, ശ്രേണി നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. 1, 3, 4 മാത്രം. CDAW ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ്? സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് VR കൃഷ്ണ അയ്യർ. ഋഷി സുനക്കിന് മുമ്പ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ലിസ് ട്രസ്. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയാണ്? 389. മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? 27. ചമ്പകം ദൊരൈരാജൻ ഒന്നാമത് വരും. 2ാമത് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. 3ാമത് കേശവാനന്ദ ഭാരതി. 4ാമത് മിനർവ മിൽസ് വേഴ്സസ് ഇന്ത്യ ഗവൺമെൻറ് ലിമിറ്റഡ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉള്ളതും ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേരാണ് റേറ്റുവാരി സമ്പ്രദായം. പഞ്ചായത്ത് രാജിനെക്കുറിച്ചുള്ള താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. തെറ്റായിട്ടുള്ളത് പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തെറ്റാണ്. ബാഹ്യാക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 355. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? തപ്പും ചെണ്ടയുമാണ് പടയണിയിൽ ഉപയോഗിക്കുന്നത്. തപ്പും ചെണ്ടയും. കേരള ചോസർ എന്നറിയപ്പെടുന്നത്? കേരള ചോസർ ചീരാമകവി. 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ചൈന. ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? യാച്ച് റേസിംഗ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിമാണ് കബഡി. ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലപ്പുഴ ജില്ലയിലെ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഭാർഗവൻ പിള്ളയാണ്. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടമായത് ഒളിമ്പിക്സ് ആണ്, ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നതിൽ ഏതാണ് ഹെർബലൈഫിനെ പ്രഖ്യാപിച്ചത്? BCCI. ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ഭോപ്പാൽ നഗരത്തിൽ. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് തെറ്റ്? 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുന്ന, ഹബ്ബ് ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. തെറ്റാണ്. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷനാണ്. ശരിയാണ്. റൗട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ്. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? 42. 1, 2 ശരിയായിട്ടുള്ളത്. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. താഴെ പറഞ്ഞതിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് സ്പൂളിംഗ് ആണ്. വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്ത. റാൻസം വെയറിനെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് 45.047 അല്ലേ? 45 D ആണ്.
ബയോണിക് വീവർ. ISRO 46. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇനി പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? 46. 2 മാത്രമാണ് ശരി. GAST-6A ഒരു ഭൂനിരീക്ഷണ ഉപഗ്രഹമാണ്. DRDOയെക്കുറിച്ചുള്ള താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? 47. C ആണ്. DRDO ബഹിരാകാശ വകുപ്പിന് കീഴിലാണ്. അത് മാത്രമാണ് ശരി. 2 മാത്രം. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈറൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുക? 48. D ആണ് അസ്കാരിസിസ്. 49. ഇന്ത്യയിലെ താഴെ പറഞ്ഞ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? B ആണ് ജംഗൽ ബച്ചാവോ ആന്തോളൻ. 108ാമത് 49B 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം, ആതിഥ്യം വഹിച്ച നഗരം നാഗ്പൂർ ആണ്. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോവാം. 51 B ആണ്. 52 C. 53 C. 54 B. 55 D. 56 B. 57 ക്യാൻസൽ ചെയ്തു. 58 B. 59 C. 60 B. 61 C. 62 ക്യാൻസൽ ചെയ്തു. 63 C. 64 D. 65 D. 66 B. 67 A. 68 B. 69 B. 70 C. 71 മുതൽ ഇംഗ്ലീഷാണ്. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദി അണ്ടർലൈൻ വേർഡ്. ഐ ആം റെഡി ടു കൺസീഡ്. കൺസീഡിൻ്റെ സെയിം മീനിങ് എന്താണ്? കൺസീഡ്. 71 കൺസീഡ്. സപ്പോർട്ട്. കറക്റ്റ് ഓപ്ഷൻസ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. ഹി സോ ഡാഷ് SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ ഡാഷ് യൂക്കാലിപ്സ് ട്രീ. 72ൻ്റെ ആൻസർ C ആണ്. ഹി സോ ആൻ SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ ആൻ യൂക്കാലിപ്സ് ട്രീ. 72 C ആണ് ആൻസർ. 73 ക്യാൻസൽ ചെയ്തു. 74 ലെറ്റ്സ് ഗോ. ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഷാൽ വി. 75 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ കമാൻഡർ ഇൻ ചീഫ്. 75 കമാൻഡേഴ്സ് ഇൻ ചീഫ്. 76 കണ്ടീഷണൽ ക്ലോസ് ഏതാണ് വരുന്നത്? ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂ ഡൽഹി. 76 A ആണ് വരുന്നത്. ഐ കുഡ് സീ ദ കുത്തബ് മിനാർ. 77 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻസ്. എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത്. 77 ഈസ് ഇൻസ്റ്റോൾഡ്. 78 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. 78 ഐ ഡാഷ് യു ടു എ ഡ്യുവൽ. ഐ മസ്റ്റ് യു ടു എ ഡ്യുവൽ. 78 B ആണ് വന്നിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീ പ്രകാരം B ആണ് വന്നത്. 79 ഐ വിൽ സീ യു ഡാഷ് 9 o'clock. ഐ വിൽ സീ യു അറ്റ് 9 o'clock. ഡോണ്ട് ഗോ നിയർ ദ ബീച്ച്. അലൻ ദ മദർ സെഡ്. 80 B ആണ് വരുന്നത്. ദ മദർ ടോൾഡ് അലൻ യു ഡോണ്ട് ഗോ നിയർ ദ ബീച്ച്. സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻ ജാസ്മിൻ. സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻ ജാസ്മിൻ. 81 മോസ്റ്റ് ബ്യൂട്ടിഫുൾ. 82 ക്യാൻസൽ ചെയ്തു. 83 മേക്ക് ഷുവർ ദാറ്റ് ഓൾ അറേഞ്ച്മെൻറ്റ്സ് ആർ പെർഫെക്റ്റ് പ്രയർ ബിഫോർ. 83 D. 84 select the appropriate options given the underlined segment grammatically. Has completed എന്ന് പറയുന്നത് either Anil or his friends has completed the painting. 84 have completed എന്നാണ് പറയുന്നത്. Select the most appropriate meaning of the given idiom. At 6s and 7s. At 6s and 7s. 85 D. Surprised. A person appointed to settle a dispute. 86 B ആണ് വരുന്നത്. Argumentator. OTTയുടെ ഫുൾ ഫോം. 87 C ആണ് വരുന്നത്. ഓവർ ദ ടോപ്പ്. 88
ലക്ഷ്മി ഈസ് ആൻ ഡാഷ് ഓഫ് അവർ കോളേജ്. 88 ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 89th ഡാഷ് ടീച്ചർ the student stopped talking. 89A so the teacher the student stopped talking. Choose the correct plural form of the word stimulus stimuli. 19th B. 91 മണൽ പ്ലസ് അരണ്യം മണലരണ്യം. കിഴക്കോട്ടേക്ക് മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങൾ ആവർത്തന ശബ്ദം ഏത്? 92 ഏക്ക്. 93 വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എ വേദത്തിലെ വാക്യം. താഴെ പറഞ്ഞതിൽ ഓളത്തിൻ്റെ പര്യായമല്ലാത്തത്. 94 ബി തരംഗം. ശരിയായ പദം തിരിച്ചറിയുക. അസ്തമയം. 95 ഡി ആണ് അസ്തമയം. അസ്തമയം. ഇവിടെ തന്നിരിക്കുന്ന ആൻസർ ഡി ആണ്. 95 ഡി. 96 സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വിരോധാഭാസമാണ്. 96 ഡി ആണ്. 96 ഡി വിരുദ്ധമാണ്. 96 ഡി ആണ് വിരുദ്ധമാണ്. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വിരുദ്ധമാണ്. 96 ഡി. 97 മരങ്ങൾ പിരിച്ചെയ്യുന്നത് എങ്ങനെയാണ്? ബി ആണ്. 97 മര പ്ലസ് കൾ മരങ്ങൾ അങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 98 വട്ടം പ്ലസ് പലക വട്ടപ്പലക. 98 ക്യാൻസൽ ചെയ്ത്. 99 ബി ആണ്. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ ഭജന പ്രത്യയം കൾ. 100 വരനും വധുവും തമ്മിൽ മാലയിട്ടു. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ഓക്കെ, അപ്പോൾ നമ്മൾ 2023 കഴിഞ്ഞു. ഇനി 2022 ഉണ്ട്, 21 ഉണ്ട്. 100 ഡി. 99 ബി. 98 ക്യാൻസൽ ചെയ്ത്. 97 ബി. ഓക്കെ, 2022 21 നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ.